ആത്മസുഖം എന്ന സിനിമ കഴിഞ്ഞ 28 റിലീസായിരിക്കുകയാണ്. ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനർ മൂവിയാണ്. കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന മരണവുമായി സംബന്ധിച്ച് പിന്നെ അതിന് നടക്കുന്ന സംഭവങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനറാണ് ഈ മൂവി. അതുപോലെ തന്നെ വിരലിൽ എണ്ണിയ ഒതുങ്ങാത്ത രീതിയിലുള്ള ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ അവരുടെ എല്ലാവർക്കും ഈക്വൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു മൂവിയാണ്. അവർ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ത്രിദേവ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഞങ്ങൾ നിർമ്മിച്ച ആത്മസഹോ കഴിഞ്ഞ ഫെബ്രുവരി 28 തിയേറ്ററിൽ റിലീസായി. കണ്ട പ്രേക്ഷകരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കുടുംബ ചിത്രമാണ്. ഏറെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കുടുംബസമേതം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കുട്ടികളും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. വീടിനോട് ചേർന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ച് ബന്ധുക്കൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഉണ്ടാകുന്ന കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമാണ് കഥയുടെ പ്രധാന തന്തു. ഇതിൽ കുടുംബപരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ ഒരുപാട് തമാശയും ചിരിക്കാനും നല്ല പാട്ടുകളും ഒക്കെ ഉണ്ട്. സിനിമ നിങ്ങൾ കണ്ട് വിലയിരുത്തണം. ഒരു 2-2.5 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ അടിച്ചു പൊളിക്കാം. ഈശ്വര വിശ്വാസം പാർട്ടിയുടെ അജണ്ടയിൽ ഇല്ല. ആത്മസഭ കാണണം, വിജയിപ്പിക്കണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. നമസ്കാരം, എൻ്റെ പേര് അപർണ വിവേക്. ആത്മസഹോ എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഒരു ഫാമിലി കോമഡി പ്ലസ് കുറച്ച് നമുക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കവറപ്പ് ചെയ്ത് പോകുന്നൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. ഇതിൽ ഫാമിലീൻ്റെ വാല്യൂ, പൊളിറ്റിക്കലി നമ്മൾ എങ്ങനെയായിരിക്കണം, അതായത് ഒരു നല്ല നേതാവ് എങ്ങനെയായിരിക്കണം, അതെല്ലാം നമ്മൾ ഹാസ്യത്തിൻ്റെ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു വൻ നിര ഓഫ് ആർട്ടിസ്റ്റുകളുണ്ട്. നോബി ചേട്ടൻ, നെൽസൺ ചേട്ടൻ, ഫസ്റ്റ് ഓഫ് ഓൾ അരിസ്റ്റോ സുരേഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ രഞ്ജി പണിക്കർ സാർ, അത് വിട്ടുകളയാൻ പറ്റില്ല. സാർ ഇതിലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഗോപു കിരൺ, പ്രൊഡ്യൂസർ ആഷൻ കിരൺ. എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഇവരോട്. എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടറിൽ എന്നെ അങ്ങനെ ഒരു പോർട്രേ ചെയ്യാൻ പറ്റിയ ഒരു കോമഡി സബ്ജക്റ്റാണ്. ഞാനും ഒരു കോമഡി ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആൻഡ് ഇതെൻ്റെ കരിയറിലെ ഫസ്റ്റ് കോമഡി ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. രാഘവൻ സഖാവിന്റെ അപ്പൂപ്പൻ വേട്ടയാടിക്കൊന്ന പോത്തിന്റെ തല. അപ്പൊ പിന്നെ ഇതാരി എല്ലാവരും നമ്മുടെ ഈ സിനിമ പോയി കാണണം. പലരും പറയുന്ന പോലെ ഇതൊരു ചെറിയ സിനിമയൊന്നുമല്ല, ഇതൊരു ശരിക്കും ഒരു വൻ സിനിമ തന്നെയാണ്. ഫാമിലി ആയിട്ട് പോയി നമുക്ക് റിലാക്സ് ചെയ്ത് കുറേ അധികം ചിരിച്ച് സന്തോഷമായിട്ട് വരാം. മാത്രമല്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ പേരൻസിന് കുട്ടികളുടെ അടുത്തും കുട്ടികൾക്ക് പേരൻസിൻ്റെ അടുത്തും ഒക്കെ ഉള്ള ഒരു സ്നേഹം ഇത് ഡെഫിനറ്റ്ലി കൂട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു മൂവി കുഞ്ഞുങ്ങൾക്ക് മുതൽ എല്ലാവർക്കും ഒരു കുടുംബസമേതം ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് ആത്മസഹോ. ഞങ്ങളൊരു ബക്കറ്റ് ബില്ല് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് ബില്ലിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. അല്ല, അത് വേണം. അതാകുമ്പോൾ ഒരു മത്സരം ഉണ്ടാവില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ പേര് ദേവിക എന്നാണ്. ആത്മസഹോ എന്നൊരു നമ്മളുടെ ഫിലിമിൽ സഖാവിൻ്റെ രഞ്ജിമണിക്ക് സാർ റിലേറ്റ് ചെയ്ത ചെറിയൊരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ത്രൂ ഔട്ട് കോമഡി ഫിലിമാണ്. അപ്പോൾ പോസ്റ്റർ കാണുമ്പോൾ എല്ലാവരും പൊളിറ്റിക്കൽസ് അല്ലെങ്കിൽ വെട്ട്, കുത്ത്, കൊലപാതകം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊന്നുമല്ല. ഒരു സഖാവ് എങ്ങനെ ആയിരിക്കണം എന്നൊരു സ്റ്റോറിയും പറയുന്നുണ്ട്. ഫുൾ ത്രൂ ഔട്ട് കോമഡിയിലേക്കാണ് പോകുന്നത്. എല്ലാ കോമഡിയൻസ് ആർട്ടിസ്റ്റും ഉണ്ട് ഇതിൻ്റെ അകത്ത്. എടുത്തു പറയേണ്ടത് എല്ലാ ഇമോഷൻസും വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഫുൾ കോമഡി ആണെങ്കിലും ചില സീന് നമ്മൾ ഇമോഷണലി ഒന്ന് ഇതാവാറുണ്ട്. സോ എല്ലാവരും മാക്സിമം നമ്മൾ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാതെ എന്ത് ചെയ്യണമെന്ന്. ആത്മസഹോ എന്ന സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം തിയേറ്ററുകളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന നർമ്മം കൊണ്ടും നല്ല ഹൃദയസ്പർശിയായ രംഗങ്ങൾ കൊണ്ടും തരംഗമായിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ സംഭാഷണവും ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ്. എൻ്റെ പേര് സിനു സാഗർ. അച്ഛൻ, അമ്മ, മക്കൾ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നൊരു ചിത്രം തന്നെയാണ്. എല്ലാവരും കാണണം. മനസ്സ് തുറന്ന് ചിരിച്ച്
രസിച്ച് വീട്ടിൽ പോകാനുള്ള കണ്ടൻറ്റുകൾ ഈ സിനിമയിലുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം.